Welcome to Digital Electronics and Computer Science paper, 25th lecture, semester 6, paper 4, BSc Physics Main. Today's topic is internal organization of memory chips. Internal organization of memory chips. 25th lecture, internal organization of memory chips. Internal organization of memory chips. A memory cell is capable of storing one bit of information. A number of memory cells are organized in the form of a matrix to form the memory chip. The following figure shows a 16 into 8 memory organization. A memory cell is capable of storing one bit of information. A number of memory cells are organized in the form of a matrix to form the memory chip. മെമ്മറി ചിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മാട്രിക്സിൻ്റെ ഫോമിലാണ് അറേഞ്ച് ചെയ്യുന്നത്. അതിനകത്ത് നമ്പർ ഓഫ് സെൽസ് കാണും. ഓരോ സെല്ലും 1 ബിറ്റ് മെമ്മറിയാണ് സ്റ്റോർ ചെയ്യുന്നത്. സെമി കണ്ടക്ടർ സെൽസാണ്. ഇപ്പോൾ 1 സെല്ലെന്ന് പറഞ്ഞാൽ ഒരു ബിറ്റ് സേവ് ചെയ്യും. അങ്ങനെ അനേക സെല്ലുകൾ ഒരു മെട്രിക്സ് ഫോമിൽ അറേഞ്ച് ചെയ്യുന്നതാണ് ഈ നമ്മൾ പറയുന്ന ഒരു മെമ്മറി ചിപ്പ് എന്ന് പറയുന്നത്. The following figure shows 6 into 8 memory organization. അപ്പോൾ ഒരു പടം നമ്മൾ താഴെ കൊടുക്കുകയാണ്. എൻ്റെ ഈ പടം ഒന്ന് ശരിക്കും നിങ്ങളൊന്ന് വരച്ച് പഠിക്കണം. ഇതൊരു 16 into 8 മെമ്മറി ഓർഗനൈസേഷനാണ്. അപ്പോൾ നോക്കി 16 into 8 എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കുറേ ബോക്സ് വരച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു മെമ്മറി സെല്ലുകളാണ്. അപ്പോൾ 16 into 8 ആകുമ്പോൾ ഈ റോയിൽ 8 എണ്ണം വരണം, 8 എണ്ണം. അപ്പോൾ ഇട്ടത് നമ്മൾ 3 കാണിച്ചിട്ടുള്ള ഇടയ്ക്ക് നമ്മൾ കുറേ ഗ്യാപ്പിങ് ഇട്ടിരിക്കുകയാണ്, സ്പേസ് ഇട്ടിരിക്കുകയാണ്. അതിനർത്ഥം അവിടെയെല്ലാം ഇതുപോലെ ഈ സെല്ലുകൾ ഉണ്ട്. അങ്ങനെ 8 എണ്ണം റോയിൽ വരണം, 8 എണ്ണം റോ. ഇതിനെ 16 എണ്ണം, ഈ 16 into 8 ആണ് സെല്ല്, 16 എണ്ണം കിഴിപ്പോട്ട് വരണം. അപ്പോൾ ഹോറിസോണ്ടലായിട്ടുള്ള സെല്ലുകളുടെ ഔട്ട്പുട്ട് നമ്മൾ B0 to B7 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ ഹോറിസോണ്ടലായിട്ടുള്ള സെല്ലുകളുടെ ഔട്ട്പുട്ട് നമ്മൾ B0, B1 to B7 വരെ, അപ്പോൾ 8 എണ്ണം. അതുപോലെ ഈ കിഴിപ്പോട്ടുള്ള വേർഡ് ലെങ്ത് അത് നമ്മൾ W0 മുതൽ W15 വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ലെഫ്റ്റ് സൈഡിലുണ്ട് W0 to W15. അപ്പോൾ അത് 16 ബിറ്റ് വരും, 16 ബിറ്റ്. അപ്പോൾ അത് ഇങ്ങനെ ഈ 16 എണ്ണം കിഴിപ്പോട്ട് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇടയ്ക്ക് ഡോട്ട് ലൈൻസ് ഇട്ടിരിക്കുന്നത്. ഒരു അടരം വരച്ച് കഴിഞ്ഞ് ബാക്കി നമ്മൾ വരയ്ക്കുമ്പോൾ കുറച്ച് ഡോട്ട് ലൈൻസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം കുറേ എണ്ണമെങ്കിൽ കിഴിപ്പോട്ട് ഉണ്ടെന്നുള്ളതാണ്. 16 എണ്ണം വരെ ഈ 16 into 8 ആണെങ്കിൽ. അപ്പോൾ വലത്തോട്ട് 8 ബോക്സസ്, താഴോട്ട് 16 ബോക്സസ്. ആ 8 ബോക്സിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മൾ B0 to B7 എന്നും, കിഴിപ്പോട്ടുള്ള ആ റോ നമ്പേഴ്സ് അത് W0 to W15 വരെ 16 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു അഡ്രസ് ഡീകോഡർ ഉണ്ട്. അപ്പോൾ ഈ 16 into 8, 16 എന്ന് പറഞ്ഞാൽ 2:4 ആണല്ലോ. അപ്പോൾ 4 ബിറ്റ് അഡ്രസ്സ് വേണം കൊടുക്കാറുണ്ട്. 4 ബിറ്റ് A0, ക്യാപിറ്റൽ A0, A1 to A3 എന്ന് പറയുന്ന 4 ബിറ്റ് അഡ്രസ്സിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ താഴെ ഒരു റീഡ് റൈറ്റ് സംവിധാനമുണ്ട്. ആ റീഡിനെ നമ്മൾ സെൻസ് എന്ന് പറയാം, സെൻസ് റൈറ്റ്. സെൻസ് എന്ന് പറഞ്ഞാൽ റീഡാകാം, അല്ലെങ്കിൽ നമുക്ക് സെൻസ് ചെയ്യുന്ന രീതി. ഇപ്പോൾ സെൻസിങ്ങിലൂടെ നമുക്ക് ഇൻപുട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സെൻസ് റൈറ്റ് അങ്ങനെ 3 എഴുതിയിട്ടുണ്ട്, 3 കാര്യം. അപ്പോൾ അത് റീഡ് ഓർ റൈറ്റ് അല്ലെങ്കിൽ സെൻസ് റൈറ്റ് എന്ന് പറയും. പിന്നെ CS. അപ്പോൾ ഇവിടെ അതിന് താഴെ ഈ 16 മെമ്മറി ലൊക്കേഷൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് W0 to W15. പിന്നെ 8 ബിറ്റ്സ് ഓൺ ഈച്ച് ലൊക്കേഷൻ, അത് B0 to B7. അങ്ങനെയാണ് പടം. അപ്പോൾ ഈ പടം ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് വരയ്ക്കുക. നിങ്ങൾ ഈ ഇതിപ്പോൾ തന്നെ വരച്ചാൽ മതി. ആ കിഴിപ്പോട്ട് 16 എണ്ണം ഉണ്ടെന്ന് ഓർക്കണം. അതിന് ഇടയ്ക്ക് ഡോട്ട് ലൈൻസ് കൊടുക്കണം. ഹോറിസോണ്ടലായിട്ട് 8 എണ്ണം ഉണ്ടെന്ന് ഓർക്കണം. ഇടയ്ക്ക് ഡോട്ട് ലൈൻസ് മാർക്ക് ചെയ്യും. ഇവിടെ നിങ്ങൾ കൂടിയ ലൈൻസ് ഇട്ടിരിക്കുന്നത് ഡോട്ടഡ് ലൈൻസ് മാർക്ക് ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇതിനെ ഒരു 16 into 8 മെമ്മറി ഓർഗനൈസേഷൻ എന്ന് പറയും. ഇപ്പോൾ നമുക്ക് 32 into
8 വേണ്ടെങ്കിൽ 32 വേണ്ടെങ്കിൽ നമ്മൾ കിഴിപ്പോട്ട് 32 വാല്യൂസ് കൊടുക്കണം, വലതൊരു 8, അതുപോലെ 64 അങ്ങനെ ഏത് രീതിയിലുള്ള മെമ്മറി ഓർഗനൈസേഷനും ഇതുപോലെ നമുക്ക് നടത്താം. അതിനെല്ലാം ഈ സെല്ലുകളുടെ എണ്ണം കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഈ ചിത്രം അതൊരു 16x8 16x8 മെമ്മറി ഓർഗനൈസേഷനാണ്. So the figure shows a 16x8 memory organization. In the horizontal row there are 8 cells and there are 16 such rows. 16 such rows in a 16x8 memory organization. And here is the explanation. Each row of cells constitute a memory word. ഓരോ റോയും ഒരു മെമ്മറി വേർഡിനെ കാണിക്കും. And all cells of a row are connected to a common line which is referred to as word line. An address decoder is used to drive the word line. At a particular instant, one word line is enabled depending on the address present in the address bus. The cells to each column are connected by 2 lines. പടത്തൊക്കെ കാണാം, 2 ലൈൻസ് കൊണ്ടാണ് ഓരോ സെല്ലും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് A0 to A4 എന്ന് പറയുന്ന ഒരു 4 ബിറ്റ് അഡ്രസ് അത് വേണ്ടി വരും. ഒരേ സമയം ഒരു വേർഡ് ലൈനാണ് എനേബിൾ ചെയ്യുന്നത്. ഒന്ന് എനേബിൾ ചെയ്തിട്ട് പിന്നെ അടുത്തത് അങ്ങനെ ആ കണക്കിനാണ് പോകുന്നത്. These bits lines are connected to data input line and data output line through a sense bar write circuit. അപ്പോൾ ഇത്തരം സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് റീഡ് റൈറ്റ് അല്ലെങ്കിൽ സെൻസ് റൈറ്റ് സർക്യൂട്ട് വഴിയാണ്. നമുക്ക് ഇൻപുട്ട് കൊടുക്കണം, അത് രേഖപ്പെടുത്താൻ രജിസ്റ്റർ ചെയ്യണം. അതിനുള്ള സർക്യൂട്ടുകളെയാണ് റീഡ് ബാർ റൈറ്റ് അല്ലെങ്കിൽ സെൻസ് ബാർ റൈറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഡ്യൂറിങ് a read operation, the sense write circuit sense or read the information stored in the cells selected by the word line and transmit this information to the output data line. അപ്പോൾ ഓരോ റീഡ് ഓപ്പറേഷനിലും ഇത് ഡേറ്റ റീഡ് ചെയ്യും, അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുകയും ചെയ്യും. During a write operation, the sense write circuit receive information and store it in the cells of the selected word. That is the operation. A memory chip consisting of 16 words of 8 bits each usually referred to as 16x8 organization. ഇപ്പോൾ ഒരു 16x8 ഓർഗനൈസേഷനാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അവിടെ 16 വേർഡ്സ് 8 ബിറ്റ്സിലാണ് ഓരോ വേർഡിലും ഉള്ളത്. എ മെമ്മറി ചിപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് 16 വേർഡ്സ് ഓഫ് 8 ബിറ്റ്സ് ഈച്ച് യൂഷ്വലി റെഫർഡ് ടു ആസ് 16x8 organization. The data input and data output line of each sense or write circuit are connected to a single bidirectional data line in order to reduce the pin required. For 16 words, we need an address bus of 4, address bus of size 4. In addition to address and data lines, 2 control lines and CS are provided. What is CS? That we can see. CS are provided. The line is to be used to specify the required operation about read or write. The CS means chip select. CS we read as chip select. The chip select line is required to select a given chip in a multi-chip memory system. എല്ലാ മെമ്മറി സിസ്റ്റവും മൾട്ടി ചിപ്പുകളാണ്. അപ്പോൾ അതിൽ ഏത് ചിപ്പ് റോ നമ്മൾ സെലക്ട് ചെയ്യണം, അതിൻ്റെ ഒരു ചിപ്പ് സെലക്ട് സംവിധാനം കൂടിയുണ്ട് ഇതിന്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മെമ്മറി ഓർഗനൈസേഷനെ പറ്റി പറയുന്നത്. സിമിലർലി എ 32x8 മെമ്മറി ചിപ്പ്
64x8 മെമ്മറി ചിപ്പ്, 128x8 മെമ്മറി ചിപ്പ് എക്സെട്ര ക്യാൻ ബി ഓർഗനൈസ്ഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് 16x8 ആണ്. 16x8 മെമ്മറി ചിപ്പിൻ്റെ ഡിസൈനാണ് നേരത്തെ പറഞ്ഞത്. ഒരു 32 ആണെങ്കിൽ നമ്മൾ കിഴിപ്പോട്ട് 32 റോസ് വേണ്ടി വരും. പിന്നെ 64 അതുപോലെ, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഒരു മെമ്മറി ഓർഗനൈസേഷൻ്റെ ചിത്രം വരക്കാൻ പറഞ്ഞാൽ ഈ 16x8 വരച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ മതി. ഇനി അടുത്തത്, വാട്ട് ഈസ് സെമി കണ്ടക്ടർ റാം മെമ്മറി? ഈ സെമി കണ്ടക്ടർ റാം മെമ്മറി എന്താണ്? ഈ റാം മെമ്മറി എപ്പോഴും സെമി കണ്ടക്ടർ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മോസ്ഫെറ്റുകളാണ്. മോസ്ഫെറ്റുകളാണ് സാർ ഉപയോഗിക്കുന്നത്. സെമി കണ്ടക്ടർ മെമ്മറി ഈസ് എ ഡിജിറ്റൽ ഇലക്ട്രോണിക് സെമി കണ്ടക്ടർ ഡിവൈസ് യൂസ്ഡ് ഫോർ ഡിജിറ്റൽ ഡേറ്റ സ്റ്റോറേജ് സച്ച് ആസ് കമ്പ്യൂട്ടർ മെമ്മറി. Semiconductor memory is a digital electronic semiconductor device used for digital data storage such as computer memory. It typically refers to MOS memory, where data is stored within metal oxide semiconductor (MOS) memory cells on a silicon integrated circuit. There are numerous different types using different semiconductor technologies. അപ്പോൾ വ്യത്യസ്തമായ ടെക്നോളജി വെച്ചിട്ട് അനേകം സെമി കണ്ടക്ടർ റാം മെമ്മറീസ് ഉണ്ട്. മോസ് ഫാമിലിയാണ് പ്രധാനപ്പെട്ട ഒരു മെമ്മറി ഡിവൈസ്. സെമി കണ്ടക്ടർ റാം മെമ്മറി ഡിവൈസ്, മോസ് ഫാമിലി. The two main types of random access memory RAM are static RAM, SRAM, which uses several MOS transistors per memory cell, and dynamic RAM, DRAM, which uses single MOS transistor and MOS capacitor per cell. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ റാം മെമ്മറി പറയുമ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള SRAM, അതുപോലെ തന്നെ DRAM ഓർക്കണം. SRAM ആണെങ്കിൽ അതിനകത്ത് സെവറൽ മോസ് ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട് ഒരു മെമ്മറി സെല്ലിൽ. പിന്നെ ഡൈനാമിക് റാമിലാണെങ്കിൽ ഈ ഒരു സിംഗിൾ മോസ് ട്രാൻസിസ്റ്റർ മതിയാകും. സിംഗിൾ മോസ് ട്രാൻസിസ്റ്ററും അതിനൊപ്പം തന്നെ ഒരു മോസ് കപ്പാസിറ്ററും പെർ സെല്ലിൽ വേണ്ടി വരും. ഓരോ സെല്ലിലും ഒരു സിംഗിൾ മോസ് ട്രാൻസിസ്റ്ററും ഒരു മോസ് കപ്പാസിറ്റർ വേണ്ടി വരും DRAM മെമ്മറി സെല്ലിൽ. നോൺ വോളറ്റൈൽ മെമ്മറി സച്ച് ആസ് EPROM, EEPROM ആൻഡ് ഫ്ലാഷ് മെമ്മറി യൂസസ് ഫ്ലോട്ടിംഗ് ഗേറ്റ് മെമ്മറി സെൽസ്. അതേപോലെ നമ്മൾ EPROM പഠിച്ചിട്ടുണ്ട്, അതുപോലെ EEPROM പഠിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അവിടെ ഉപയോഗിക്കുന്നത് ഫ്ലോട്ടിംഗ് ഗേറ്റ് മെമ്മറി സെൽസ് എന്ന് പറയുന്ന ഡിവൈസാണ്. അത് പ്രത്യേകം ഓർക്കണം. ഇനി മറ്റൊരു ഷോർട്ട് ആൻസർ നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് സിങ്ക്രോണസ് ആൻഡ് അസിങ്ക്രോണസ് ഡ്രാം. വാട്ട് ആർ സിങ്ക്രോണസ് ഡ്രാം ആൻഡ് അസിങ്ക്രോണസ് ഡ്രാം? Synchronous DRAM uses a system clock to coordinate memory accessing, while asynchronous DRAM does not use a system clock to synchronize or coordinate memory accessing. ഇപ്പം മെമ്മറി ആക്സസ് ചെയ്യാൻ നമ്മൾ ഡ്രാം സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്നത് അവിടെ സിങ്ക്രോണസ് ഡ്രാം ഉണ്ട്, അസിങ്ക്രോണസ് ഡ്രാം ഉണ്ട്. സിങ്ക്രോണസ് ഡ്രാം ആണെങ്കിൽ ഒരു ക്ലോക്ക് പൾസ് കൊണ്ട് നമ്മൾ ഇവയുടെ ഓപ്പറേഷൻ കോർഡിനേറ്റ് ചെയ്യും. നിശ്ചിത ഇൻ്റർവെല്ലിൽ നടക്കാൻ വേണ്ടി ഒരു ക്ലോക്ക് പൾസിൻ്റെ ഉപയോഗം അവിടെ നമ്മൾ സ്വീകരിക്കും. അസിങ്ക്രോണസ് ഡ്രാം ഡസ് നോട്ട് യൂസ് എ സിസ്റ്റം ക്ലോക്ക്. അസിങ്ക്രോണസ് ഡ്രാമിൽ സിസ്റ്റം ക്ലോക്കിൻ്റെ ആവശ്യമില്ല. സിങ്ക്രോണസ് ഡ്രാം ഈസ് ഫാസ്റ്റർ ആൻഡ് എഫിഷ്യൻറ്റ് ദാൻ അസിങ്ക്രോണസ് ഡ്രാം. ഇപ്പോൾ സ്പീഡ് കൂടുതൽ, എഫിഷ്യൻസി കൂടുതലുള്ളത് സിങ്ക്രോണസ് ഡ്രാമിനാണ് അസിങ്ക്രോണസ് DRAMിനേക്കാൾ. Furthermore, synchronous DRAM provides high performance and better control than the asynchronous DRAM. ഇപ്പോൾ നല്ല പെർഫോർമൻസും ബെറ്റർ കൺട്രോളും
പിന്നെ സിങ്ക്രോണസ് ഡ്രാം ഡ്രാമിലാണ് ഉള്ളത്. മോഡേൺ ഹൈ സ്പീഡ് PCs, personal computers, modern high speed PCs uses a synchronous drum, while older low speed PCs used asynchronous drum. പുതിയ ഹൈ സ്പീഡ് ഈ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിലൊക്കെ നമ്മൾ സിങ്ക്രോണസ് ഡ്രാം ഉപയോഗിക്കും. എന്നാൽ പഴയ PCകളിൽ സ്പീഡ് അവിടെ കുറവാണ്. അവിടെ ഉപയോഗിച്ചിരുന്നത് അസിങ്ക്രോണസ് DRAMകളാണ്. അപ്പോൾ ഇതാണ് ഈ സെക്ഷനിൽ വരുന്ന ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 1. വിത്ത് എ ഡയഗ്രം എക്സ്പ്ലെയിൻ ഇന്റേണൽ ഓർഗനൈസേഷൻ ഓഫ് എ മെമ്മറി ചിപ്പ്. ഒരു മെമ്മറി ചിപ്പിൻ്റെ പടം വരച്ച് കാണിക്കുക. അപ്പോൾ അനേക സെല്ല് കൂടിയ ഒരു ചിപ്പാണ് മെമ്മറി ചിപ്പ്. നമ്മളൊരു 16x8 മെമ്മറി ചിപ്പാണ് പടത്തിൽ വരച്ചിരിക്കുന്നത്. ആ പടം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം കാര്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് ആർ സെമി കണ്ടക്ടർ റാം മെമ്മറീസ്? അത് നമ്മൾ പ്രത്യേകം ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കി പഠിക്കാവുന്നതാണ്. നമ്പർ 3. ഗീവ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അസിങ്ക്രോണസ് ഡ്രാം ആൻഡ് സിങ്ക്രോണസ് ഡ്രാം. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ സെക്ഷൻ അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ അസിങ്ക്രോണസ് ഡ്രാം ആൻഡ് സിങ്ക്രോണസ് ഡ്രാം. അല്ലെങ്കിൽ വാട്ട് ആർ സിങ്ക്രോണസ് ഡ്രാം ആൻഡ് അസിങ്ക്രോണസ് ഡ്രാം എന്ന് ചോദിച്ചാൽ എഴുതിയാൽ മതി. വളരെ വിസ്തരിച്ചൊക്കെ പറയാൻ പറ്റും, പക്ഷെ നമ്മൾ ഒരു എക്സാമിനേഷൻ പോയിന്റിൽ പറയുമ്പോൾ ചുരുക്കി എഴുതിയാൽ മതി. That is all with your 25th lecture on digital electronics and computer science. Thank you.